സംഭവം മനസ്സിലായില്ലേ? കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കൺഫെഷൻ റൂമിലൊക്കെ ചെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ 40 പേരുമായിട്ട് തുടങ്ങിയിട്ടിപ്പോൾ 16 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇത്തവണ ബിഗ് ബോസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടാസ്കുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡിബേറ്റ് ടാസ്ക്കാണ്. 1-on-1 ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഫേസ് ഓഫ് എന്ന് പേരിട്ടിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് സെഷൻ ഉണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ഉണ്ട്, കൺവിൻസിങ് ടാസ്ക്. സംഭവം മനസ്സിലായില്ലേ? കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കൺഫെഷൻ റൂമിലൊക്കെ ചെന്ന് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി നോമിനേറ്റഡ് ആകാനായിട്ടുള്ള ആൾ കൺവിൻസ് ചെയ്യുക. എയ്തർ നിങ്ങളിൽ നിന്ന് 3 പേരിൽ നിന്ന് ഒരാൾ നോമിനേറ്റഡ് ആകും എന്നൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്ത് വേറൊരാളെ കൺവിൻസ് ചെയ്ത് അയാളെ പുറത്താക്കുന്ന പരിപാടിയുണ്ടല്ലോ. ഞാനാണ് ബിഗ് ബോസിൽ തുടരാൻ കൂടുതൽ യോഗ്യൻ എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം അതർ കാൻഡിഡേറ്റ്സിനെ. എന്നിട്ട് അവർ വോട്ട് ചെയ്യും. ഇതൊരു 1.5 ടാസ്ക്കാണ്. അങ്ങനെ ആരും കൺവിൻസ് ആകില്ലല്ലോ പുറത്തു പോകാനായിട്ട്. ഇവിടെ പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ സെയിം ഡേ സെയിം സ്പോട്ടിലാണ്. ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ ഒരാഴ്ച ടൈം കിട്ടും. നമുക്ക് വീക്ക്ലി ടാസ്കും ഡെയിലി ടാസ്കും എല്ലാം കളിച്ച് നമുക്ക് കൂടുതൽ വോട്ടുകൾ നേടാൻ സാധിക്കും. ഇവിടെ അതിനൊന്നും ടൈമില്ല. നേരെ ഔട്ട് ഹൗസിലേക്ക്, അവിടെ നിന്ന് 5-10 മിനിറ്റിന് ശേഷം എലിമിനേഷൻ. ഡയറക്റ്റായിട്ട് പുറത്തേക്ക് പോകാം. മത്സരം കടുക്കുകയാണ്. കൂടുതൽ ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു കോമണേഴ്സ്. അവർ ശരിക്കും പറഞ്ഞ ഒരു ബിഗ് ബോസിൻ്റെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ഇത്തവണ ഒരു കോമണർ കപ്പ് ഉയർത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.